നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്വന്തമായി ഒരു ഇടം നേടിയെടുക്കാൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ദിയയുടെ വ്ലോഗുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുമുണ്ട്. ആരാധകരെ നേടുന്നത് പോലെ തന്നെ വിമർശകരെയും നേടിയിട്ടുണ്ട് ദിയ കൃഷ്ണയെക്കുറിച്ചുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ദിയയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം നാൾ നീണ്ടുനിന്ന വിവാദം ദിയയ്ക്ക് ഇത് ആദ്യമായാണ്. പൊതുവെ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഫാമിലി വ്ലോഗ് പങ്കുവയ്ക്കുന്നതോടെ വ്യൂവേഴ്സ് എല്ലാം മറക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അതല്ല സാഹചര്യം. ആഴ്ചകൾ പിന്നിട്ടിട്ടും ദിയയെ വിടാതെ നെഗറ്റീവ് കമന്റുകൾ പിന്തുടരുകയാണ്. തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. തന്നെയും ഭർത്താവിനെയും മകനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് താൻ വ്ലോഗുകൾ ചെയ്യുന്നത് എന്നും ഇനി തന്റെ വീഡിയോ കാണാൻ ഒരാളെ ഉള്ളുവെങ്കിൽ പോലും അയാൾക്ക് വേണ്ടി താൻ വീഡിയോ ചെയ്യുമെന്നുമാണ് ദിയ പറഞ്ഞത്. എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കായി സമയം കണ്ടെത്തി പറ്റുമ്പോഴൊക്കെ വ്ലോഗ് ഇട്ട് പോകുന്നതാണ്, അല്ലാതെ ആരെയും വെറുപ്പിക്കാൻ വേണ്ടി ഇടുന്നതല്ല. ഞങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത, എന്നെ ദ്രോഹിച്ച ഒരുപാട് പേരുണ്ട്. ഇഷ്ടമില്ലാത്ത ആളുടെ വീടിന്റെ വെളിയിൽ പോയി എന്തിന് കല്ലെറിയണം? അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, ഇഷ്ടമല്ലാത്തവരെ ബ്ലോക്ക് ചെയ്യുക. എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഞാൻ വ്ലോഗ് ചെയ്യും. എൻ്റെ ഫാമിലിയും അവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് എന്നും ദിയ പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും. ഒരുപക്ഷെ അതിലും നല്ലയാളായിരിക്കും ഞാൻ. എന്നെ നേരിട്ട് കണ്ട് ഒരാളും നിങ്ങളൊരു അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ ഡൗൺ ടു എർത്ത് ആണ്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ഞാൻ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നെ പറ്റിക്കാൻ വരുന്നവർ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അശ്വിന്റെയും എന്റെയും കുടുംബങ്ങൾ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ കാണിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരു റിയൽ ആളെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടാൽ മതി. കമന്റ് ഇടുന്നവർ പറയുന്നത് പോലെ ജീവിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അശ്വിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഓമിക്കുട്ടനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ബ്ലോഗ് ഇടുന്ന ഒരാളാണ് എന്നുമാണ് ദിയ പറഞ്ഞത്. എന്നാൽ ദിയയുടെ പുതിയ വിശദീകരണ വീഡിയോ വൈറലായതോടെ യൂട്യൂബ് ആരംഭിച്ച കാലത്ത് ദിയ പറഞ്ഞ ചില കാര്യങ്ങളും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. 9 മുതൽ 5 വരെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതിനാലാണ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞ ആളാണ് ദിയയെന്നും നെഗറ്റീവ് കൂടിയപ്പോൾ നന്മമരം കളിച്ച് ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പഴയ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് ആളുകൾ കുറിച്ചത്. യൂട്യൂബിൽ നിന്നാണ് എനിക്ക് പെർമനന്റ് വരുമാനം വരുന്നത്. ഞാൻ പഠനത്തിൽ വളരെ മോശമായ ഒരാളാണ്. ചില ആളുകളെ പോലെ തന്നെ 9 മുതൽ 5 വരെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത എന്നെ പോലുള്ള ആളുകൾക്ക് യൂട്യൂബിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് എന്നാണ് ഇപ്പോൾ വൈറലാകുന്ന പഴയ വീഡിയോയിൽ ദിയ പറഞ്ഞത്. താൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് എന്നും ദിയ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ബ്രാൻഡ് പ്രൊമോഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള പുതിയ തന്ത്രങ്ങളാണോ ഇതിന്റെ പിന്നിലെന്നും സംശയിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് മാത്രമാണ് ആളുകൾ അറിയുന്നത്. അതിനാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ദിയ ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നു എന്നുള്ളതാണ് പറയുന്നത്. മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ട് തന്നെയല്ലേ ഈ ഒരു വീഡിയോ ഇടുന്നത്? ഇത് പറയുമ്പോഴും ദിയ കൃഷ്ണയുടെ അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കൃഷ്ണകുമാർ കുടുംബം എന്ത് ചെയ്യുമായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണാം. കോവിഡ് എന്ന് പറഞ്ഞ സാധനം പലർക്കും ജീവിതം തുലച്ചു കളഞ്ഞ ഒന്നാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളും റിയൽ ലൈഫിൽ റിയൽ ഫേസ് പലപ്പോഴും ഫേക്ക് ചെയ്ത് നിൽക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഒരു സമയം കഴിയുമ്പോഴേക്കും എക്സ്പോസ്ഡ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ദിയ കൃഷ്ണയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ റിയൽ ആണ്. എൻ്റെ റിയൽ ഫേസ് തന്നെയാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാമറയ്ക്കകത്തോടെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൽ വിമർശിക്കുന്നവർ പറയുന്നത് നിങ്ങൾ റിയൽ ആണെന്നുള്ളത് രീതിയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റിയാലിറ്റി നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫേക്ക് ചെയ്യുകയാണെങ്കിലും റിയാലിറ്റി കാണിക്കുകയാണെങ്കിലും ഇത് നമ്മൾ പബ്ലിക്കിലോട്ടാണ് കൊണ്ടുവിടുന്നത്. പബ്ലിക്കിലോട്ട് കൊണ്ടിടുന്ന സമയത്തേക്ക് നമ്മളുടെ ഓഡിയൻസ്, നമ്മളെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്, ഇത് പബ്ലിക്കായിട്ട് ആളുകൾ അതിനെ ഓഡിറ്റ് ചെയ്യും.
ഇപ്പോൾ നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശരികേടുകൾ ഉണ്ടെങ്കിൽ ശരികേടാണെന്ന് തന്നെ പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. എപ്പോഴും നമ്മളെ പറ്റിയിട്ട് നല്ലതെന്ന് മാത്രം ആൾക്കാർ പറയില്ലല്ലോ എന്നുമാണ് വിമർശനങ്ങൾ വരുന്നത്. അതേസമയം ദിയാകൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ദിയ പലപ്പോഴും അശ്വിന്റെ കുടുംബത്തെ അകറ്റി നിർത്തുകയാണ് എന്ന വിമർശനങ്ങളും ഉയരാറുണ്ട്. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാത്തതിനെ കുറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ ദിയ നൽകിയ വിശദീകരണം വളരെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അമ്മായിയമ്മയെ അമ്മയെന്ന് വിളിക്കില്ലെന്നും വഴിയിൽ നിൽക്കുന്നവരെയൊന്നും അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും പറഞ്ഞതാണ് ദിയയെ വിവാദത്തിലാക്കിയത്. നാളെ ഓമി കല്യാണം കഴിച്ച് ഭാര്യയുടെ അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആകും. എനിക്ക് അവൻ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട്. എന്നാൽ ദിയയുടെ വീഡിയോയ്ക്ക് താഴെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ദിയെ പോലെ തന്നെ ഭാവിയിൽ ഓമിക്കും ഒരു പങ്കാളിയെ കിട്ടണം. അശ്വിന്റെ കുടുംബത്തിന്റെ വികാരങ്ങൾ അപ്പോൾ മാത്രമേ അവൾക്ക് അനുഭവപ്പെടൂ എന്നതായിരുന്നു ഒരു കമന്റ്. എന്നാൽ ഇതിന് ദിയ തിരിച്ചു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. സാധാരണയായി അവന്റെ അച്ഛനും അമ്മയും പറയാറുണ്ട്, ഞാൻ അവരുടെ മകനെയും അവരുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്തിയതിൽ അഭിമാനിക്കുന്നുവെന്ന്. അതാണോ നീ ഉദ്ദേശിച്ചത്? അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, എന്റെ പ്രിയപ്പെട്ട വിരോധി എന്നതായിരുന്നു ദിയയുടെ മറുപടി. ഈ ദിയയും അശ്വിന്റെ വീട്ടുകാരൻ തമ്മിൽ ചേരില്ല, അത് നാട്ടിൽ പാട്ടാണ്. ഇവളുടെ അച്ഛൻ ഇടപെട്ട് സോൾവാക്കി കൊണ്ടുവരുന്നതാണ്. കല്യാണത്തിന് മുന്നേ കള്ളസ്നേഹം കാണിച്ചു ഇവനെ കിട്ടാൻ, അതിനുശേഷം കറിവേപ്പില പോലെയായി. ഇവളുടെ വിചാരം ഇതൊന്നും ആരും അറിയില്ല എന്നാണ്. പക്ഷെ കൊച്ചിന്റെ പിറന്നാളിന് വഴക്കായിട്ട് അവർ ആരും വരാത്തത് അല്ലെ ദിയ, അല്ലാതെ വിളിക്കാഞ്ഞിട്ടല്ലല്ലോ. പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അല്ലാതെ ആരെങ്കിലും ഈ കുടുംബമായി ബന്ധം വെക്കുമോ എന്നും ഈ പെണ്ണ് അശ്വിനെ നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിച്ച് വീട്ടുകാർ അറിയാതെ. ഇവൾക്ക് എങ്ങനെയെങ്കിലും ഈ പയ്യനെ വേണം. അതിന് കല്യാണത്തിന് മുൻപ് മുഴുവൻ അശ്വിന്റെ വീട്ടിൽ പോക്കും വരവുമായിരുന്നു. മാത്രമല്ല മീനമ്മ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. അവർ ആരും അപ്പോ കരുതി കാണൂല ഇതൊക്കെ ശരിക്കുമുള്ള സ്നേഹം ആയിരുന്നു എന്നൊക്കെയാണ് ഉയർന്ന വിമർശനങ്ങൾ. ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്വന്തം അച്ഛനും അമ്മയുമായി കാണാൻ പറ്റില്ല എന്ന ദിയയുടെ വാദം പ്രസക്തമാണെന്ന് മിക്കവരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ദിയ പറഞ്ഞ രീതിയാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. ദിയ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അശ്വിൻ പ്രതികരിക്കാതിരുന്നതിനും വിമർശനം ഉയരുന്നുണ്ട്. മിക്കപ്പോഴും ദിയയുടെ സംസാരങ്ങൾ പ്രശ്നമാകാറുണ്ട്. അശ്വിനെ ഇടിച്ചു താഴ്ത്തിയുള്ള സംസാരമായിരിക്കും ഇത്. എന്തിന് ഇത് സഹിക്കുന്നു എന്നതാണ് ഇപ്പോൾ നെറ്റിസൺസിന്റെ ചോദ്യം. ഹാപ്പി കപ്പിൾസായി ഫോട്ടോകളും വ്ലോഗുകളും ഇടുന്നുണ്ടെങ്കിലും ദിയ ഇടയ്ക്ക് പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകളും നെറ്റിസൺസിൽ സംശയമുണർത്തുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നം, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവ് അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകളും റീലുകളുമാണ് ദിയ പങ്കുവയ്ക്കാറും ലൈക്ക് ചെയ്യാറുമുള്ളത്. ഇതിനിടെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെ കുറിച്ച് നേരത്തെ ദിയ പറഞ്ഞ വാക്കുകളും ചർച്ചയായി മാറിയിരുന്നു. ദിയ എന്ത് കണക്ക് പറച്ചിലാണെന്ന് എന്റെ വ്ലോഗിൽ ചിലർ കമന്റ് ചെയ്യാറുണ്ട്. പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞാലും അളന്നെറിയണം. വലിച്ചെറിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെറിഞ്ഞാലും അത് അളന്നെറിയണം എന്നാണ് ദിയ പറയാറുള്ളത്. ദിയയ്ക്ക് അടുത്ത് ചിരിച്ചുകൊണ്ട് അശ്വിനും ഉണ്ടായിരുന്നു. പഴയൊരു വ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളായിരുന്നു ഇവയൊക്കെ. അശ്വിനിട്ടൊന്ന് താങ്ങിയതാണോ എന്ന ചോദ്യം ചിലർക്കെങ്കിലുമുണ്ട്. അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളും വിദേശ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം ദിയ ഇടയ്ക്കിടെ എടുത്തു പറയാറുണ്ട്. ഇത് കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാട്ടാറുമുണ്ട്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ ഘട്ടം പെട്ടെന്ന് അവസാനിച്ച് ദിയ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നാണ് റെഡിറ്റിൽ കുറെ നാളായി അഭിപ്രായമുണ്ട്. വിവാഹം എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വിവാഹവും കുഞ്ഞും വേണമെന്നത് ദിയയുടെ തീരുമാനമായിരുന്നു. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുകയാണെന്ന് വരെ വാദം വന്നു. അതേസമയം ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണിതെന്ന് ദിയയുടെ ആരാധകർ പറയുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.